അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ഇനി എത്ര പേരുണ്ട്? ഞാൻ നന്ദരി, രണ്ടുപേരും. എന്തോ എങ്ങനെ? ബിഗ് ബോസ്, എനിക്ക് ഇവിടെ വരാൻ പറ്റി. മാക്സിമം ഞാൻ എന്റെ എഫേർട്ട് എടുത്ത് ടാസ്ക് ആയാലും കാര്യങ്ങളായാലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. അതുപോലെ തന്നെ ഞാൻ പറയേണ്ട സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പിന്നോക്കമായിട്ട് നിന്നിട്ടില്ല. അത് ഞാൻ എപ്പോഴും മുന്നിൽ തന്നെ നിന്നിട്ടുള്ളൂ എന്ന് എന്റെ വിശ്വാസം. അതിനുള്ളിൽ ആരുടെ ഫോട്ടോയോടൊപ്പമാണോ എവിക്റ്റഡ് എന്നെഴുതിയിരിക്കുന്നത് ആ വ്യക്തി എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരിക. വ്യക്തമായി കാണിക്കൂ. ബിഗ് ബോസ് കണക്കായി പോയി ഔട്ടായെങ്കിൽ ഈ പരിസരത്ത് നിന്ന് കണ്ടോലെ തന്നെ ഇനി ഇതങ്ങ് കൊഴുക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് ആയിരുന്നു അതിനകത്ത്. ആ ഒരു പരിഗണന കിട്ടിയ ഒരുപാട് പേരുടെ അനിയത്തി കുട്ടിയായി മാറി. എനിക്കെന്തോ പോലെ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. എന്ത് പറ്റി? ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? തടി അനങ്ങി ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു. ഇവിടെ വന്നപ്പോ വളരെ ഈസിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ആയിരുന്നോ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ ആണോ? ഈസിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈസി അല്ല. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ച. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താ പറയാ, വളരെ നന്ദിയുണ്ട്. നന്ദി, താങ്ക്സ് എന്ന് പറഞ്ഞതാ. ഈ ഗെയിമിന്റെ പ്രത്യേകത അതാണ്. ഒരു ദിവസം കൊണ്ട് അഭിപ്രായം മാറാം, നിങ്ങളുടെ വോട്ടിംഗ് മാറാം അല്ലേ? അതെ. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്നു. എന്നാലും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും നന്മകളും വരട്ടെ. അതന്നെ, അത്രേ ഉള്ളൂ. വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. ആരും ഞാനും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.